നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ കക്ഷി ചേരാൻ പരാതിക്കാരും എ ഡി തോമസ് എംഎൽഎ, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ കേസിൽ കക്ഷി ചേരും. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിനാണ് കക്ഷി ചേരുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, കേസിലെ 1ഉം 2ഉം പ്രതികളായ ഗൺമാൻമാർ അനിൽകുമാറും സന്ദീപും നാളെ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ നാളെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേസിൽ ഇരകളായ മർദ്ദനമേറ്റ എ ഡി തോമസും അജയ് ജുവൽ കുര്യാക്കോസും ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസിൽ കക്ഷി ചേരാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. നാളെ ഇത് സംബന്ധിച്ച അപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകും. കക്ഷി ചേർന്ന മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുക, ഒപ്പം മറ്റ് നടപടികളിലേക്ക് പോവുക എന്നതാണ് ലക്ഷ്യമെന്ന് എ ഡി തോമസും അജയും പറയുന്നു. എന്തായാലും നാളെയാണ് നിർണായകമായ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.